കേരള PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ യോഗ തീരുമാനത്തിനകത്ത് നമുക്ക് എല്ലാവരും വളരെയധികം കാത്തിരുന്ന കുറച്ചധികം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ LDCയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ LDC റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേരള PSC അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ എല്ലാവരും വളരെയധികം കാത്തിരുന്നതാണ് നമ്മുടെ ASM അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ ഫീൽഡ് വർക്കറിന്റെ സാധ്യതാ പട്ടികകൾ. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കാനും കേരള PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് കേരള PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2022 ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇന്ന് ചേർന്ന യോഗ തീരുമാനത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ആദ്യമായിട്ട് പറയുന്നത് LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റുകൾ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 14 ജില്ലകളിലെ വിവിധ വകുപ്പുകളിലെ LD ക്ലർക്ക് തസ്തികകൾ നേരിട്ടും തസ്തിക മാറ്റം മുഖേന വഴിയുള്ള LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റുകൾ അംഗീകരിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 207/2019, അതുപോലെ തന്നെ 208/2019 ആണ് വരുന്നത്. അപ്പൊ ഈ ലിസ്റ്റുകൾ കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ഈ റാങ്ക് ലിസ്റ്റുകൾ PSC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അഭിമുഖങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂ നടത്താനായിട്ട് പോകുന്നത് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹിന്ദി ടീച്ചറിനെയാണ്. ഇതിന്റെ പട്ടികവർഗത്തിന്റെ ഹിന്ദി ടീച്ചറിന്റെ ആയിട്ടുള്ള അഭിമുഖം നടത്താനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫീൽഡ് വർക്കറിന്റെ കാര്യമൊക്കെ പറയുന്നത് ഈ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്ന ഈ സെക്ഷനകത്താണ്. അപ്പൊ ഏതൊക്കെ ചുരുക്ക പട്ടികകളാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ക്ലിനിക് സൈക്കോളജിസ്റ്റിന്റെ ആണ്. രണ്ടാമത് പറയുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. മൂന്നാമത് പറയുന്നത് വിവിധ ജില്ലകളിലേക്കുള്ള സൈനികക്ഷേമ വകുപ്പിലേക്കുള്ള വെൽഫെയർ ഓർഗനൈസറിന്റേതാണ്. നാലാമത് പറയുന്നത് എറണാകുളം ജില്ലയിലെ സൈനികക്ഷേമ വകുപ്പിലേക്കുള്ള വെൽഫെയർ ഓർഗനൈസർ. അഞ്ചാമത് പറയുന്നത് പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ, ശ്രദ്ധിക്കുക, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്കുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ആണ് കേട്ടോ. ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റുകൾ വരും. അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ. പാലക്കാട്, മലപ്പുറം എക്സൈസ് വകുപ്പിലേക്കുള്ള, ശ്രദ്ധിക്കുക, പാലക്കാട്, മലപ്പുറം ജില്ലയിലേക്കുള്ള എക്സൈസ് വകുപ്പിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ NCA'യുടെതാണ്. അതിന്റെ ചുരുക്ക പട്ടിക ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറം, എറണാകുളം ജില്ലയിലേക്കുള്ള എക്സൈസ് വകുപ്പ്, വിവിധ ജില്ലകളിലേക്കുള്ള എക്സൈസ് വകുപ്പിലേക്കുള്ള വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ NCA മുസ്ലിം കാറ്റഗറിയുടേതും ചുരുക്ക പട്ടികകളും ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിവിധ വകുപ്പിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഓക്കെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2-ന്റേത്. അതുപോലെ തന്നെ വ്യാവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെത്. കേരള സഹകരണ മേഖലയിലേക്കുള്ള അപ്പെക്സ് സൊസൈറ്റീസിലേക്കുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെത്. അതുപോലെ മത്സ്യഫെഡിലേക്കുള്ള പ്രോജക്ട് ഓഫീസറിൻ്റെത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വുമൺ ഫയർ, ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കട്ടെ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വുമൺ ട്രെയിനിയുടെ. അപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ചുരുക്ക പട്ടികകൾ ഉടനെ തന്നെ ഉണ്ടാവും. അത് ഒരുപാട് പേര് അന്വേഷിച്ചതാണ്. നമ്മുടെ ഈ ഒരു ഫയർ വുമന്റെ റാങ്ക് ലിസ്റ്റ് വന്നില്ലല്ലോ എന്ന് ഒരുപാട് പേര് അന്വേഷിച്ചതാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഒരു തീരുമാനം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് വിവിധ ജില്ലയിലേക്കുള്ള ആരോഗ്യ വകുപ്പിലേക്കുള്ള ഫീൽഡ് വർക്കർ. അപ്പൊ ഫീൽഡ് വർക്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ജില്ലയിലേക്കുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രേഡ്സ്മാൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്കുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രേഡ്സ്മാൻ, വിവിധ ജില്ലയിലേക്കുള്ള കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഓപ്പറേഷന്റെ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അപ്പോൾ നിങ്ങളുടെ ASM-ന്റെ കാര്യത്തിലും ഇവിടെ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലേക്കുള്ള ഇലക്ട്രീഷ്യൻ. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റിന്റേതും സാധ്യതാ പട്ടികകൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് കേരള PSC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ആരോഗ്യ വകുപ്പിലേക്കുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഓൺലൈൻ എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ ശാരീരിക അളവെടുപ്പും അഭിമുഖവും നടത്താനായിട്ട് പോകുന്നത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസിന്റെ ആണ്. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സെക്യൂരിറ്റി ഓഫീസറിന്റെ ശാരീരിക അളവെടുപ്പും അഭിമുഖവും നടത്തുന്നുണ്ട്. അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കേരള നാഷണൽ സേവിംഗ് സർവീസ് അസിസ്റ്റന്റിന്റെ ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ്സിന്റെ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുള്ളതായിട്ടുള്ള അർഹതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നു കേരള PSC പറയുന്നുണ്ട്. അതുപോലെ പുതിയ വിജ്ഞാപനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 57 പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അത് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ആയുർവേദം തസ്തിക മാറ്റം മുഖേനയുള്ള അങ്ങനെ ഒരുപാട് ജനറൽ റിക്രൂട്ട്മെന്റ്സിനകത്ത്
ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിലേക്കുള്ള ഒരുപാട് തസ്തികകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം, അതുപോലെ തന്നെ NCA, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഞാൻ ഓൾറെഡി രാവിലത്തെ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 57 തസ്തികകളിലേക്കാണ് കേട്ടോ, 57 തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ പുതിയ തസ്തികകളിലേക്കാണ് കേരള PSC ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെതും അതുപോലെ തന്നെ LD ക്ലർക്കിൻ്റെതുമായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റുമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതുപോലെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചാനലിലോട്ട് പോകാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ക്ലാസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.